നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM-നും കോൺഗ്രസിനും കേരളത്തിൽ മാത്രമുള്ള എതിർപ്പിൻ്റെ കാപട്യം പൂർണ്ണമായി തന്നെ പുറത്തു വന്നിരിക്കുന്നത് സ്വാഗതാർഹമാണ്. പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ പോലും ഒറ്റപ്പെട്ടു പോയ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ താൻ ഇപ്പോഴും രംഗത്തുണ്ടെന്ന് വരുത്താൻ നടത്തുന്ന രണ്ടാം ജോഡോ യാത്രയെ സ്വീകരിക്കുകയും അതിൽ പങ്കുചേരുകയും ചെയ്ത CPM-ൻ്റെ നടപടി അവരുടെ കോൺഗ്രസ് വിരോധമെന്ന മുഖം മൂടി വലിച്ചു കീറിയിരിക്കുകയാണ്. പശ്ചിമബംഗാളിൽ 2 തവണയായി പര്യടനത്തിനെത്തിയ ജോഡോ യാത്രയെ ഇരുകൈയും നീട്ടിയാണ് CPM എതിരേറ്റത്. CPM-ൻ്റെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ വളരെ അഭിമാനത്തോടെയാണ് രാഹുലിൻ്റെ റാലിയിൽ പങ്കെടുത്തത്. രാഹുലിൻ്റെ നാടുകാണൽ യാത്രയുടെ ഭാഗമാവാൻ പാർട്ടി ഔദ്യോഗികമായി തീരുമാനിക്കുകയായിരുന്നു. കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിലെ അംഗമായിരുന്നിട്ടും രാഹുലിനെ സ്വീകരിക്കാനോ ജോഡോ യാത്രയിൽ പങ്കെടുക്കാനോ തൃണമൂൽ കോൺഗ്രസ് തയ്യാറായില്ല. യാത്രയിൽ പങ്കെടുത്തില്ലെങ്കിൽ വേണ്ട, രാഹുലുമായൊരു കൂടിക്കാഴ്ചയ്ക്കെങ്കിലും സമ്മതിക്കണമെന്ന കോൺഗ്രസിൻ്റെ ആവശ്യവും മുഖ്യമന്ത്രി മമതാ ബാനർജി നിരസിച്ചു. CPM-മായി കൈകോർത്തിരിക്കുന്ന കോൺഗ്രസിന് മത്സരിക്കാൻ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും തരില്ലെന്നും മമത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്രകാരം ഒറ്റപ്പെട്ടു പോയ ഒരു പാർട്ടിയെയും അതിൻ്റെ നേതാവിനെയുമാണ് യാതൊരു ലജ്ജയുമില്ലാതെ CPM ചുമക്കുന്നത്. കോൺഗ്രസിനെ പുനർജീവിപ്പിക്കാനെന്ന പേരിൽ രാഹുൽ നടത്തി 1-ാം ജോഡോ യാത്രയിൽ പങ്കുചേരാൻ ക്ഷണമുണ്ടായിട്ടും CPM അത് സ്വീകരിച്ചിരുന്നില്ല. ക്ഷണം ലഭിച്ചില്ലെന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരുന്നത്. തൃണമൂലുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കുന്നതിനാൽ പശ്ചിമ ബംഗാളിലെ ജോഡോ യാത്രയിൽ പങ്കുചേരാനാവില്ലെന്ന CPM-ൻ്റെ അന്നത്തെ വാദം പരിഹാസ്യമായിരുന്നു. എന്തെന്നാൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടുന്ന ദേശീയ സഖ്യത്തിൽ CPM-ഉം അംഗമായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ യോഗങ്ങളിലും പൊതുസമ്മേളനങ്ങളിലും ഒക്കെ 3 പാർട്ടികളും നിരന്തരം പങ്കെടുക്കുകയും ചെയ്തു. എന്നിട്ടാണ് ബംഗാളിൽ കോൺഗ്രസിനോട് ചേരാനില്ലെന്ന വൃത്തികെട്ട അടവ് നയം CPM പുറത്തെടുത്തത്. രാഹുലിൻ്റെ അഹങ്കാരത്തിലും കഴിവില്ലായ്മയിലും അജ്ഞതയിലും മനം മടുത്ത ആ പാർട്ടിയുടെ പല പ്രമുഖ നേതാക്കളും കോൺഗ്രസ് വിട്ടുപോയപ്പോൾ രാഹുലിൻ്റെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയെപ്പോലെ പ്രവർത്തിക്കാൻ യാതൊരു മാനക്കേടും തോന്നാത്തയാളാണ് സീതാറാം യെച്ചൂരി. രാഹുലിൻ്റെ കാതിൽ രഹസ്യമോതുകയും ബുദ്ധി ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്ന യെച്ചൂരിയുടെ പല പോസിലുള്ള ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ എത്ര വേണമെങ്കിലും ലഭ്യമാണ്. ഇതിൽ യാതൊരു നാണക്കേടും തോന്നാത്തവരാണ് CPM-ൻ്റെ നേതാക്കൾ. ഛർദ്ദിച്ചത് വാരി വിഴുങ്ങുന്നതിൽ അവർ സന്തോഷം കണ്ടെത്തുകയാണ്. കോൺഗ്രസ് തങ്ങളുടെ ശത്രുപക്ഷത്താണെന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് കേരളത്തിലെ CPM നേതാക്കൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മറ്റും കോൺഗ്രസ് വിരോധമെന്ന മുഖം മൂടി എടുത്ത് അണിയുകയും ചെയ്യുന്നു. പാർട്ടി അണികളെ പറ്റിക്കാനും വഞ്ചിക്കാനുമാണിത്. കേന്ദ്ര സർക്കാരിനോടുള്ള വിരോധത്തിലും അഴിമതിയിലും പരസ്പരം കൈകോർക്കുന്ന ഈ പാർട്ടികൾ ഇപ്പോൾ ഒരു പടി കൂടി മുന്നോട്ട് പോയിരിക്കുകയാണ്. കോൺഗ്രസിനെ പിണക്കേണ്ടെന്നും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നും CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തന്നെ തീരുമാനമെടുത്തിരിക്കുകയാണല്ലോ. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ദല്ലാളായി പ്രവർത്തിക്കുന്ന സീതാറാം യെച്ചൂരി പങ്കെടുത്ത യോഗങ്ങളിലാണ് ഈ തീരുമാനം ഉണ്ടായത്.